ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടില് ഒരു പൊട്ടിത്തെറിയാണ് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആരൊക്കെയാണോ സത്യങ്ങൾ അറിയരുതെന്ന് വിചാരിച്ചത് അവർ തന്നെയാണ് സത്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഹരിയോട് പല്ലവിയും സേതുവും കൂടി പറഞ്ഞ കാര്യങ്ങൾ, ഒളിഞ്ഞു നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചു കേട്ടു. അങ്ങനെ അച്ചു നേരെ വന്നിട്ട് അവരോട് ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ മനഃപൂർവ്വം ഞാൻ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന എൻ്റെ സഹോദരനും സഹിതം എന്നെ ചതിച്ചു അല്ലേ എന്നൊക്കെ അച്ചു പറഞ്ഞു. എന്നാൽ ഈ പ്രശ്നങ്ങൾ, ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മറച്ചു വെച്ചത് എന്നുകൂടി സേതുവും പല്ലവിയും കൂടി അച്ഛനോട് പറഞ്ഞു. പക്ഷേ ഇവിടെ അപകടം പറ്റിയിരിക്കുന്നത് എൻ്റെ ഭർത്താവിനാണ്. ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു തീ കത്തിയപ്പോൾ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? നഷ്ടം എനിക്ക് മാത്രമായേനെ. അതുകൊണ്ട് ഞാൻ ഇത് വെറുതെ വിടാൻ പോകുന്നില്ല എന്നും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഹരിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അച്ചു നേരെ ഋതുവിന്റെ റൂമിൽ പോയി ഋതുവിനെയും കയ്യിൽ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് താഴോട്ട് വന്നു. എന്നിട്ട് പൂർണ്ണിമയെ വിളിച്ചു കൂവി. പൂർണ്ണിമയെ വിളിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിയതിനു ശേഷമാണ് അച്ചു സത്യം പറഞ്ഞത്. അമ്മ ഇത്രയും നേരം ആ ഒരു ഓട്ടോ കത്തിച്ചത് ആരാണ് എന്ന് അന്വേഷിച്ച് നടന്നില്ലേ? അത് വേറെ ആരുമല്ല, ആ ഓട്ടോ കത്തിച്ചത് ഋതുവാണ് എന്ന് അച്ചു പറഞ്ഞു. പക്ഷേ അത് എങ്ങനെ വിശ്വസിക്കും? അല്ലെങ്കിൽ നീ വെറുതെ ഒന്നും പറയരുതേ. ഇല്ല, അവള് തന്നെയാണ് ഈ ഓട്ടോ കത്തിച്ചതെന്നും എനിക്ക് തെളിവ് സഹിതം കിട്ടിയെന്നും പിന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ശിക്ഷ നടപ്പാക്കാൻ പോകുന്നത് ഇവിടുത്തെ കാരണവത്തി അമ്മയായതുകൊണ്ട് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അച്ചു. അതിനുശേഷം അച്ചു പറഞ്ഞു, എൻ്റെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. എൻ്റെ ഹരിയെ ഒന്ന് തൊട്ടാൽ പോലും എനിക്ക് നല്ല വേദനിക്കും. അതുകൊണ്ട് നീ എൻ്റെ ഹരിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ നോക്കി. നീ ഇത്രത്തോളം അതമ്പതിച്ചു പോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സ്വന്തം സഹോദരിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയല്ലേ? ആദ്യം എൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നീ നോക്കിയപ്പോഴും അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് അത് നിഖിലിനെ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ആ വിവാഹം മുടങ്ങിയെങ്കിലും ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ ഹരി എന്ന് പറയുന്നത് എൻ്റെ പ്രാണനാണ്, എൻ്റെ ജീവനാണ്. ആ ഹരിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അച്ചു ഋതുവിന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു. അങ്ങനെ അടി കൊടുത്തപ്പോൾ പൂർണ്ണിമ തടഞ്ഞതിന് ശേഷം അച്ചു, നീ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പറയാതെ തെളിവ് വേണം എന്ന് പൂർണ്ണിമ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോഴും ഋതുവിനോട് പൂർണ്ണിമ പറയുവാണ്, പൂർണ്ണിമ ചോദിക്കുവാണ്, ഋതു നീ ഇത് ചെയ്തോ? അവള് പറഞ്ഞത് ശരിയാണോ? അച്ചു പറഞ്ഞത് ശരിയാണോ? നീ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് പൂർണ്ണിമ ഋതുവിനോട് ചോദിച്ചു. എന്നാൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണിമ പൂർണ്ണിമയുടെ മുഖത്ത് നോക്കി ഋതു നിഷേധിച്ചു. ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും അച്ചു വീണ്ടും പറഞ്ഞു, നീ കള്ളം പറയരുത്, തെളിവ് എന്റേലുണ്ട്, നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ നല്ല അടി തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ വോയിസ് റെക്കോർഡ് പല്ലവി കേൾപ്പിച്ചത്. പിന്നാലെ സേതുവും ഹരിയും ബേബി ചേച്ചിയും സ്വാതി എല്ലാവരും വന്നു. ആ വോയിസ് റെക്കോർഡ് കേട്ടപ്പോൾ തന്നെ പൂർണ്ണിമയ്ക്ക് മനസ്സിലായി ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. ഈ വോയിസ് റെക്കോർഡ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പറയാതിരുന്നത് ഇപ്പോൾ നടന്ന സഹോദരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നതെന്നും, പക്ഷേ ആരാണോ സത്യങ്ങൾ അറിയരുത് എന്ന് ഞങ്ങൾ വിചാരിച്ചത് അവർ തന്നെ സത്യങ്ങൾ അറിഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഋതു എന്ന് പറയുന്നത് ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഇനി ഋതുവിനെ രക്ഷിക്കുക എന്ന് മാത്രമേ നമുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഋതുവിന്റെ മുഖത്ത് നോക്കി പൂർണ്ണിമ ഇത് ആവർത്തിച്ചു ചോദിച്ചു. ആ സമയത്ത് ഋതു മിണ്ടാതിരുന്നപ്പോൾ പൂർണ്ണിമയ്ക്ക് മനസ്സിലായി ഋതു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഋതുവിന്റെ കരണം പൊട്ടിച്ച് പൂർണ്ണിമ ഒരു അടി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത്രത്തോളം വിചാരിച്ചില്ല, ഞാൻ എന്തിനാണോ നിങ്ങളെ വളർത്തിയത്, ഞാൻ അത്രത്തോളം സ്നേഹിച്ചല്ലേ വളർത്തിയത്, എന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ക്രൂരത കാണിച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോൾ ഋതുവിന് ദേഷ്യം വന്നു. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അയാളോട് ഓട്ടോ കത്തിക്കാൻ പറഞ്ഞിട്ടില്ല, ഓട്ടോ അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു ശരി തന്നെ, പക്ഷെ കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ അയാൾ ഇങ്ങനെ കത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയല്ലേ, എനിക്കിനി ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഋതു ആത്മഹത്യക്ക് ശ്രമിച്ചു. ഓടി അടുക്കളയിൽ പോയിട്ട് കതവ് കുറ്റിയിട്ടിട്ട് കത്തിയെടുത്ത് കൈ ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നാലെ എല്ലാവരും കൂടി ഓടി വന്നു. സേതു ഓടിപ്പോയി കതവ് തല്ലി പൊളിച്ച് അകത്ത് കയറി ഋതുവിന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു മാറ്റിയതിനു ശേഷം ഋതുവിനെ രക്ഷിച്ചു. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ക്രൂശിക്കുവാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ ഓട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല എന്നും ഓട്ടോ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അത് എൻ്റെ ദേഷ്യം കൊണ്ടാണ്,
അച്ചുവും ഹരിയും കാരണം ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആർക്കും അറിയണ്ട. ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ വേദനിപ്പിക്കുവാണ്. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ വീടെന്ന് പറയുന്നത് നല്ല സ്വർഗമായിരുന്നു. സന്തോഷത്തോടെ ആയിരുന്നു ഞങ്ങളിവിടെ ജീവിച്ചത്. എന്നാൽ എന്ന് അച്ഛൻ മരണപ്പെട്ടോ അന്ന് തൊട്ട് ഈ വീട് നരകമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഋതു ഒരുപാട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. എന്നിട്ട് ഋതുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ചുവും അവിടെ പല്ലവിയും സേതുവും ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഋതു ഒരുപാട് ധൈര്യമുള്ള പെൺകുട്ടിയാണെന്നല്ലോ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ പാവമായി പോയോ എന്ന് പല്ലവി ചോദിച്ചുവെങ്കിലും ഋതു ആവർത്തിച്ചു പറഞ്ഞു, ഇപ്പോൾ എന്നെ രക്ഷിച്ചുവെങ്കിലും ഇനിയും ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കും, ഇനിയും ഞാൻ ഇത് ആവർത്തിക്കും. അപ്പോൾ എന്നെ ആര് രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഋതു അവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഋതുവിനെ പിടിച്ചു നിർത്തിയിട്ട് നീ ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാൻ ഇനിയും ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും പൂർണ്ണിമ ഋതുവിന്റെ കരണം പൊട്ടിച്ച ഒരു അടി കൊടുത്തു. ഇനി നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഋതു പറഞ്ഞത് ശരിയാണ്. മുമ്പ് മാധവേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ വീട് സ്വർഗമായിരുന്നു. പക്ഷെ മാധവേട്ടൻ പോയതിനു ശേഷം ഈ വീട് നരകമായി പോയെന്നും ഇനി ഇവിടെ എന്തായാലും പറ്റത്തില്ല, ഞാനും ഋതുവും സ്വാതിയും കൂടി ഈ വീട് വിട്ട് ഇറങ്ങി പോകുവാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അച്ചു ആണെങ്കിലും അല്ലെങ്കിൽ പല്ലവി ആണെങ്കിലും സേതു ആണെങ്കിലും പൂർണ്ണിമയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പൂർണ്ണിമ സ്വാതിയോടും ഋതുവിനോടും സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പറഞ്ഞു. പൂർണ്ണിമയും പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ്. ആ സമയത്ത് സേതു പറഞ്ഞു, ശരിയാണ്, ഞാൻ ഇവിടെ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, ഞാനാണ് ഇതിന്റെ എല്ലാത്തിനും. അപ്പോൾ അച്ചു പറയുന്നത് അച്ചു കാരണമാണ് ഇത് സംഭവിച്ചതെന്ന്. എന്നാൽ നീ കാരണമല്ല, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ ഒരിക്കലും ഈ വീട്ടിലോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. ഞാൻ ഈ വീട്ടിൽ വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായതെന്നും ഈ വീട്ടിൽ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ജീവിച്ചിരുന്നത്. പക്ഷെ മാധവ മേനോൻ പറഞ്ഞ വാക്ക് കേട്ട് എന്ന് ഞാൻ ഈ വീട്ടിലോട്ട് വന്നു അന്നു മുതൽ ഈ വീടിന്റെ സന്തോഷവും സമാധാനവും തകർന്നു പോയി എന്നൊക്കെ സേതു പറഞ്ഞു. ഇതിന്റെ പരിഹാരം ഞാൻ തന്നെ കണ്ടോളാന്ന് പറഞ്ഞ് സേതു റൂമിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാതിയും ഋതുവും പൂർണ്ണിമയും കൂടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് പുറത്തോട്ട് വരുവാണ്. പുറത്തോട്ട് വന്ന സമയത്ത് ബേബി ചേച്ചി പല്ലവി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ബേബി ചേച്ചി ഓടി വന്ന ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട്, ഇനി നിങ്ങൾ ആരും പോവേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് ആരാണോ പോവേണ്ടിയിരുന്നത് അവർ തന്നെ പോയിട്ടുണ്ട്, അവർ സങ്കടത്തോടു കൂടി കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കത്തൊക്കെ കൊണ്ടു കൊടുത്തു. ആ കത്ത് വായിച്ചപ്പോൾ അവിടെ സേതു തന്റെ സങ്കടത്തോടു കൂടി എഴുതിയ കത്തായിരുന്നു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് സേതു എഴുതിയ കത്തായിരുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പൊന്നുമടം തറവാട് സന്തോഷത്തോടു കൂടി നിലനിർത്താനായിട്ട് അച്ഛൻ എന്നെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു, അത് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നും അമ്മ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പൊന്നുമടം അല്ലാതാകും, അതുകൊണ്ട് ആരും പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് സേതു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നാൽ ആ ഒരു കത്ത് വായിച്ചുകൊണ്ട് പൊട്ടിക്കരയുവാണ് പൂർണ്ണിമ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? തിരിച്ച് സേതുവിനെ തിരികെ പൊന്നുമടത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് അച്ചുവിനും ഹരിക്കും പല്ലവിക്കും ഒക്കെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ.